കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള 2024 ചോദിച്ച 2023 ചോദിച്ച മറ്റൊരു ക്വസ്റ്റൻ ആണ്. ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട്. ഇവിടെ രണ്ട് സെല്ലുകൾ തന്നിരിക്കുന്നു. ഈ രണ്ട് സെല്ലും ഡ്രൈവ് ചെയ്യുന്ന കറണ്ട് ഡയറക്ഷൻ നമുക്ക് നോക്കാം. ഇവിടെ 10 വോൾട്ട് സെല്ല് ഡ്രൈവ് ചെയ്യുന്നത് അതിന്റെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറണ്ടിനെ ഡ്രൈവ് ചെയ്യുക, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി നമ്മൾ 5 വോൾട്ടിൽ നോക്കിയാൽ അതിന്റെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കറണ്ടിനെ ഡ്രൈവ് ചെയ്യുന്നു, അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, ഈ രണ്ട് സെല്ലുകളും കറണ്ടിനെ ഡ്രൈവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ്. അപ്പൊ നമ്മൾ ഇവിടെ നെറ്റ് EMF എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? നെറ്റ് EMF എടുക്കുന്ന സമയത്ത് ആഡ് ചെയ്യാൻ പാടില്ല, ഇവരുടെ ഡിഫറൻസ് ആയി എടുക്കേണ്ട. അല്ലെങ്കിൽ നമുക്ക് നോക്കി ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. കാരണം പോസിറ്റീവ് ഓഫ് എ സെൽ അടുത്ത സെല്ലിന്റെ പോസിറ്റീവിനോട് കണക്ട് ചെയ്തിരിക്കുന്നത്. സീരീസ് കോമ്പിനേഷനിൽ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്? പോസിറ്റീവ് ഓഫ് എ സെൽ അടുത്ത സെല്ലിന്റെ നെഗറ്റീവിനോടാണ് കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ പോസിറ്റീവും കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് നെറ്റ് വോൾട്ടേജ് എടുക്കുമ്പോൾ 10 - 5 എന്ന് എടുക്കുക. ആൻസർ ഇസ് 5 വോൾട്ട്. ഇനി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഓംസ് ലോ അപ്ലൈ ചെയ്യാം. E/R 5 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഇവിടെ 2 ഓം ഉണ്ട്, 1 ഓം ഉണ്ട്, 7 ഓം ഉണ്ട്. ഇവരെല്ലാം സീരീസിലാണ്. കാരണം ഒരൊറ്റ പാത്തേ ഇവിടെ കറണ്ടിന് ഫ്ലോ ചെയ്യാനുള്ളൂ. ഇടയ്ക്ക് എവിടെയും കറണ്ട് ബ്രേക്ക് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 2 + 7 1 + 7 3 റെസിസ്റ്റേഴ്സ് ആ ഉള്ളത്. സോ 5/10 എന്ന് വരും. ആൻസർ ഇസ് 0.5 ആംപിയർ. ഈ 0.5 ആംപിയർ വരുന്ന ഓപ്ഷൻ നോക്കിയാൽ ഓപ്ഷൻ ഡി ആണെന്ന് മനസ്സിലാവും. നാലാമത്തെ ഓപ്ഷൻ മനസ്സിലാവും. ഡയറക്ഷൻ കൂടി നമുക്ക് നോക്കാം. ഇവിടെ സ്ട്രോങ്ങർ സെല്ല് ഇപ്പോൾ 10 വോൾട്ട് ആണ്, മറ്റേ സെല്ല് 5 വോൾട്ട്സേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ സ്ട്രോങ്ങർ സെല്ലിന്റെ ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുക. കാരണം ഇവർ തമ്മിലുള്ള ഫൈറ്റിൽ ജയിക്കുന്നത് ഇവഞ്ച്വലി 10 വോൾട്ട്സ് എല്ലായിരിക്കും. അപ്പോൾ 10 വോൾട്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ക്ലോക്ക് വൈസ്. അതായത് കറണ്ട് എയിൽ നിന്ന് ബിയിലേക്ക് പോവുക ത്രൂ ഇ. അങ്ങനെയാണെങ്കിൽ A to B ത്രൂ ഇ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ആൻസർ ഇസ് ഓപ്ഷൻ 4. 0.5 ആംപിയേഴ്സ് ഫ്രം A to B ത്രൂ ഇ. ഓക്കെ, സോ നമ്മളിവിടെ സിമ്പിൾ ഓംസ് ലോ അപ്ലൈ ചെയ്താണ് ഇക്വേഷൻ ഫൈനൽ ആൻസർ കണ്ടെത്തുക. I = E/R. ഒറ്റ കാര്യം, EMF എടുക്കുമ്പോൾ നെറ്റ് EMF എടുക്കുമ്പോൾ സെൽസ് റോങ്ലി കണക്റ്റഡ് ആയതുകൊണ്ട് E1 - E2 എടുക്കാൻ ശ്രദ്ധിക്കുക.